കാലം ഇപ്പോൾ പഴയതുപോലെയല്ല. ജനങ്ങളുടെ മനസ്സ് മാറി മറിയുന്നത് അനുനിമിഷമാണ്. അത് എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് മാർക്കറ്റിംഗ് ഫീൽഡിലും മറ്റും കാണാൻ കഴിഞ്ഞിരുന്ന ആ പ്രതിഭാസം തന്നെയാണ് ഇപ്പോൾ പൊളിറ്റിക്സിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സാധാരണപ്പെട്ട ജനങ്ങളൊന്നും ദൈനംദിന പൊളിറ്റിക്സിൽ ഇടപെടുന്നവരല്ല. അവരെല്ലാം വോട്ട് ചെയ്യുന്നത് ഓരോ കാരണങ്ങളിലാണ്. ഏതായാലും ഈ രാജ്യം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇടം എന്ന് പറഞ്ഞാൽ അത് സൗത്ത് ഇന്ത്യ തന്നെയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയിൽ പ്രധാനമായും ഏറ്റുമുട്ടുന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടികളാണ്. ഒന്ന് BJP മറ്റൊന്ന് കോൺഗ്രസ്. BJP സംബന്ധിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം തന്നെ അവരുടെ സ്ട്രോങ് ഹോൾഡ് ഏരിയകളാണ്. അവർക്ക് കൃത്യമായി തന്നെ വോട്ടുകളുണ്ട്, വോട്ട് ബാങ്കുകളുണ്ട്. വളരാവുന്നതിൻ്റെ മാക്സിമം അവർ അവിടെയൊക്കെ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഒന്നുകിൽ ആ സംസ്ഥാനം വളരുകയും സീറ്റുകൾ വർദ്ധിക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ ഇനി BJPക്ക് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വളരാൻ കഴിയുകയുള്ളൂ. അവർക്ക് ഒട്ടും വളരാൻ കഴിയാത്ത സംസ്ഥാനങ്ങളാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ. പ്രതിപക്ഷത്തിനാകട്ടെ ശക്തമായതും ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ്. ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പിടിക്കുവാൻ BJP കാലങ്ങളായി ശ്രമിക്കുന്നതാണ്. അതിൽ അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ച രണ്ട് സംസ്ഥാനങ്ങളാണ് തമിഴ്നാടും തെലുങ്കാനയുമൊക്കെ. കേരളവും ആന്ധ്രയുമൊക്കെ അവരുടെ ടാർഗറ്റിൽ ഉള്ള സംസ്ഥാനങ്ങളാണെന്നേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ അവർ പണിപ്പെട്ടിരിക്കുന്നത് തമിഴ്നാട്ടിലും തെലുങ്കാനയിലുമാണ്. ഏതായാലും കർണാടക വളരെ കാലത്തിന് മുൻപ് തന്നെ BJPയോട് ഒപ്പം നിന്ന ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കർണാടകയെക്കുറിച്ച് വലിയ വേവലാതിയില്ല. ഒരുപക്ഷെ 1-2 സീറ്റ് കുറയുമായിരിക്കുമെന്ന് അവർ തന്നെ കണക്ക് കൂട്ടുന്നു. അതിന് പ്രധാന കാരണം അവർക്കിടയിലുള്ള പടലപ്പിണക്കങ്ങൾ തന്നെയാണ്. അവർ ഏറ്റവും കൂടുതൽ ഇത്തവണ ശ്രദ്ധ പതിപ്പിക്കുന്ന സംസ്ഥാനങ്ങളൊന്ന് തെലുങ്കാനയും മറ്റൊന്ന് തമിഴ്നാടുമാണ്. കഴിഞ്ഞ ദിവസം ടൈംസ് നൗ ETG സർവേ ഫലം പുറത്തു വന്നു. ഇതുവരെ വന്ന സർവേ ഫലങ്ങളെല്ലാം ശരിവെക്കുന്ന തരത്തിലാണ് ഈ സർവേ ഫലം വന്നത്. ഈ സർവേ എന്തുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത് എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ഒരു മാസം മുമ്പ്, അതായത് കൃത്യമായി പറഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ഈ ഗ്രൂപ്പ്, അതായത് ഈ ടൈംസ് നൗ ETG റിസർച്ച് ഗ്രൂപ്പ് ഒരു സർവേ നടത്തുകയുണ്ടായി. ആ സർവേയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഭിന്നമായ ഒരു സർവേ ഫലമാണ്, ഒരു റിസൾട്ടാണ് പുതിയ സർവേയിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അതിനെ അടിസ്ഥാനമാക്കി മുൻപ് നമ്മൾ ചെയ്ത അനാലിസിസ് പ്രോഗ്രാമുകളെയും കൂടി ബേസ് ചെയ്തുകൊണ്ട് ഒരു അനാലിസിസ് നടത്താമെന്ന് കരുതിയത്. കാരണം ഒരു മാസം മുൻപ് അവർ പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ നിന്ന് ഘടകവിരുദ്ധമായി ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നു. അത് വലിയ മാറ്റമെന്ന് പറയാൻ കഴിയില്ല, ചെറിയ മാറ്റമാണ്. പക്ഷേ ആ മാറ്റം വലിയൊരു മാറ്റത്തിന് തുടക്കവുമാണ്. ഏതായാലും നമുക്ക് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ 39 സീറ്റാണ് ലോക്സഭയിലേക്കുള്ളത്. അപ്പോൾ അതുപോലെ ഇവിടെ ഇത്തവണയും DMKയ്ക്ക് തന്നെ ഒരു അപ്രമാദിത്യമുണ്ട്. 21 തൊട്ട് 22 സീറ്റ് വരെ ലഭിക്കുമെന്ന് സർവേ പറയുന്നു. കോൺഗ്രസ് 5 to 7 സീറ്റ് വരെ ലഭിക്കുമെന്ന് പറയുന്നു. അതിലൊന്നും വലിയ വ്യതിയാനങ്ങൾ കാണുന്നില്ല, ചെറിയ വ്യതിയാനങ്ങൾ മാത്രമാണ് അവിടെ കാണാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ തവണ 39 സീറ്റിൽ 38 DMKയുടെ സഖ്യകക്ഷികളും കൂടെ തൂത്തുവാരി. നമ്മുടെ CPMനൊക്കെ 2 സീറ്റ് കഴിഞ്ഞ 2019 ഇലക്ഷൻ ലഭിക്കുകയൊക്കെ ചെയ്തു. അവിടെ ADMKയ്ക്ക് കേവലം 1 സീറ്റ് മാത്രമാണ് ലഭിച്ചത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഈ അടുപ്പിച്ച് വന്ന കുറേ ഈ സർവേ ഫലങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകുന്നത് അവിടെ BJP ഒരു വലിയ കക്ഷിയായി മാറുന്നു എന്നുള്ളതാണ്. അവർക്ക് 2 തൊട്ട് 6 സീറ്റ് വരെ ആണ് ഇപ്പോൾ ഈ ടൈംസിന് പ്രവചിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് ഉള്ളവരെല്ലാം തന്നെ ഇതിനോട് അടുപ്പിച്ചൊരു സീറ്റുകളാണ് പറഞ്ഞത്. പക്ഷേ അവിടെ ശ്രദ്ധേയമായൊരു കാര്യം, ADMK എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി, അതായത് DMKയ്ക്കും ADMKയ്ക്കും ഇടയ്ക്കാണ് തമിഴ്നാട്ടിലെ രാഷ്ട്രീയം വിഭജിക്കപ്പെട്ട് കിടക്കുന്നത്. തമിഴിൻ്റെ മനസ്സ് 2 ദ്രാവിഡ പാർട്ടികൾക്കും ഇടയിലാണ്. അതിനൊരു മാറ്റം സംഭവിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ സർവേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. കാരണം ADMKയ്ക്ക് 1 മുതൽ 3 സീറ്റ് വരെ ലഭിക്കൂ എന്ന് പറയുമ്പോൾ അവിടെ വരും കാല രാഷ്ട്രീയത്തിൽ DMKയും BJPയും മാത്രം അവശേഷിക്കുന്നു. അങ്ങനെ BJP അവിടെ അവശേഷിച്ചാൽ അത് ഒരുപക്ഷെ കോൺഗ്രസിന് കൂടി അല്പം പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമായിരിക്കും. കാരണം ഈ തമിഴ്നാടിനെ സംബന്ധിച്ച് ദേശീയ പാർട്ടികൾക്ക് ഒരു സ്പേസ് ഇതുവരെ അവിടെ ഉണ്ടായിട്ടില്ല. അങ്ങനെ BJP അവിടെ ക്ലച്ച് പിടിക്കാമെങ്കിൽ സ്വാഭാവികമായി ദേശീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിന് കുറച്ചുകൂടി ഉണർന്നെഴുന്നേൽക്കാൻ കഴിയും. അവർ എത്രത്തോളം ഉണർന്നെഴുന്നേക്കുമെന്നുള്ളത് സ്റ്റാലിനെ ആശ്രയിച്ചിരിക്കുമെങ്കിൽ പോലും അവിടെ BJPക്ക് ഒരു മുന്നേറ്റം ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതായത് ദ്രാവിഡ രാഷ്ട്രീയത്തിൽ നിന്നും മാറി തമിഴ് ജനത ചിന്തിക്കാൻ തുടങ്ങിയിരിക്കും എന്നുള്ളത് തന്നെയാണ് ആ ഒരു സീറ്റിൻ്റെ നില കാണിക്കുന്നത്. അങ്ങനെയെങ്കിൽ തമിഴ്നാട് BJPക്ക് പതുക്കെ പച്ച പിടിച്ച് കടന്നു വരാൻ കഴിയുന്ന ഒരു മണ്ണായി മാറുമെന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല. കാരണം ഇവരുടെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കുറച്ച് ശതമാനം വോട്ട് നേടുക, പിന്നീട് അത് വർദ്ധിപ്പിക്കുക. ഒരു സുപ്രഭാതത്തിൽ വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയെ പൂർണ്ണമായി വിഴുങ്ങിക്കൊണ്ടോ ഇല്ലെങ്കിൽ കേവലം ഒരു സീറ്റിൽ നിന്നും ഒക്കെയാണ് അവർ ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെയെങ്കിൽ തമിഴ്നാട്ടിൽ അവർക്ക് കിട്ടുന്ന ഒരു വെൽക്കമായിരിക്കും ഈ 2024 അവർക്ക് കിട്ടുന്ന സീറ്റുകൾ എന്ന് പറയേണ്ടി വരും. മറ്റൊരു സംസ്ഥാനം തെലുങ്കാനയാണ്. തെലുങ്കാനയെ സംബന്ധിച്ച് നമ്മൾ തുടക്കം മുതലേ പറയുന്ന ഒരു കാര്യമുണ്ട്. തെലുങ്കാന വലിയ പ്രതീക്ഷ BJP വെച്ച് പുലർത്തേണ്ട കാര്യമില്ല. കാരണം നിലവിൽ 4 സീറ്റുകളുണ്ട്. അത് ഒരുപക്ഷെ 7 മാറിയേക്കാം. ഈ സർവേയിലും അതുമാത്രമാണ് പറയുന്നത് 7 സീറ്റുകൾ BJPക്ക് ലഭിക്കുമെന്ന്. പക്ഷേ ആ 7 സീറ്റ് നമുക്കറിയാം, ഒരു ലോക്സഭാ മണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം 7 നിയമസഭാ മണ്ഡലങ്ങൾ അതിലുണ്ടാകും. 7 തൊട്ട് 10 11 വരെ. നമ്മുടെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ 11 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. അപ്പം 7 സീറ്റ് BJP ഈ തെലുങ്കാനയിൽ പിടിക്കുന്നു എന്ന് പറയുമ്പോൾ, അതായത് 7 ലോക്സഭാ മണ്ഡലങ്ങൾ ജയിക്കുന്നു എന്ന് പറയുമ്പോൾ മിനിമം 7 നിയമസഭാ സീറ്റുകൾ ഉറപ്പായും ഒരു ലോക്സഭാ മണ്ഡലത്തിൽ കാണും. അങ്ങനെയെങ്കിൽ 7 49 നിയമസഭയിൽ കൂടി അവരുടെ അപ്രമാദിത്യം ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ തെലുങ്കാനയിലെ ഭരണത്തിലേക്ക് അവരേറാൻ അധിക ദൂരം വേണ്ടി വരില്ല.
ഇവിടെ മറ്റൊരു വലിയ ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുന്നത് ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശിനെ സംബന്ധിച്ച് കോൺഗ്രസും BJPയും ഒക്കെ ഒരുപോലെ തന്നെയാണ്, രണ്ടുപേർക്കും വട്ടപൂജ്യമാണ്. ഇത്തവണ പക്ഷേ അവർ തെലുങ്ക് ദേശവും ഈ പവൻ കല്യാണിൻ്റെ പാർട്ടിയുമൊക്കെ ആയിട്ട് കൂടിച്ചേർന്നത് ഫലം ചെയ്യുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. മുൻകാല സർവേകളിലൊക്കെ 10-12 സീറ്റുകളൊക്കെ അവർക്ക് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈ ടൈംസിന് അവർക്ക് അത്രയും സീറ്റ് പറയുന്നില്ല, കേവലം 3-4 സീറ്റ് വരെയാണ്. പക്ഷെ അങ്ങനെ ആണെങ്കിൽ പോലും അവരുടേതായ ഒരു ഇടം അവിടെയും കണ്ടെത്തുന്നുണ്ട് അവർ. BJPക്ക് ടൈംസിനും സീറ്റ് എന്നുള്ളതൊന്നും പറയുന്നില്ല, മറ്റുള്ളവരൊക്കെ ഒരു സീറ്റാണ് BJPക്ക് ആന്ധ്രയിൽ പറയുന്നത്. ഒരു സീറ്റ് കിട്ടിയാൽ അവരെ സംബന്ധിച്ച് ലാഭമാണ്. പക്ഷേ ആന്ധ്രയിൽ അവരുടെ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ YSR കോൺഗ്രസിനെ ഒരു ഭാഗത്ത് നിർത്തിക്കൊണ്ട് മറുഭാഗത്ത് TDPയും പവൻ കല്യാണിനെയും കൂടെ നിർത്തി മുൻപോട്ട് പോകും. അതായത് ചുരുക്കി പറഞ്ഞാൽ ആന്ധ്രാപ്രദേശിൽ 6 സീറ്റ് നേടിയാലും അത് NDAയുടെ അക്കൗണ്ടിൽ തന്നെ ചെന്ന് വീഴുമെന്ന് അവർക്ക് കൃത്യമായിട്ടറിയാം. പിന്നെയുള്ളത് പതിവ് പോലെ നമ്മുടെ കേരളമാണ്. അവിടെ ഇത്തവണ ഒരു താമരയെങ്കിലും വിരിയണം എന്ന് മോദി കർശനമായ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനനുസരിച്ചിട്ട് ചില മണ്ഡലങ്ങളൊക്കെ കൃത്യമായ പ്രവർത്തനവും നടക്കുന്നുണ്ട്. അങ്ങനെ ദക്ഷിണേന്ത്യ പൊതുവേ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒരു വലിയ ചേഞ്ച് നടന്നു എന്ന് പറയാം, അല്ലെങ്കിൽ നടക്കുന്നുണ്ട്. സോഷ്യൽ എഞ്ചിനീയറിംഗിൽ ഒരു മാറ്റം വന്നിരിക്കുന്നു, അതായത് വോട്ടിംഗ് പാറ്റേണിൽ ഒരു മാറ്റം വന്നിരിക്കുന്നു. കാരണം കർണാടക മാത്രമാണ് അവരോടൊപ്പം എക്കാലവും നിന്നിരുന്നത്, BJPയോടൊപ്പം നിന്നിരുന്നത്. പിന്നീട് പോണ്ടിച്ചേരി അവരോടൊപ്പം വന്നു. ഇപ്പോഴിതാ ഈ തമിഴ്നാടും തെലുങ്കാനയും കൂടി അവരോട് ചായ്വ് പ്രകടിപ്പിക്കുകയാണെങ്കിൽ പിന്നീട് അവശേഷിക്കുന്നത് കേരളമാണ്. ആന്ധ്രാപ്രദേശ് അവരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സംസ്ഥാനമല്ല. കാരണം അവിടെ YSR കോൺഗ്രസ് ആയാലും TDP ആയാലും ഒക്കെ തരാതരം പോലെ ആരോട് കൂടിയാലും അവർക്ക് ആ സംസ്ഥാനം സ്വന്തമാക്കാൻ കഴിയും. പിന്നെയുള്ളത് കേരളമാണ്. കേരളം നമ്പർ 1 എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുമെങ്കിലും നമ്പർ 1ലും ചെറിയ ചാഞ്ചാട്ടം തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ സൗത്ത് ഇന്ത്യയിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടയിലുണ്ടായ ട്രെൻഡ്, അല്ലെങ്കിൽ ഒരു മാസത്തിനിടയിലുണ്ടായ ജനങ്ങളുടെ ആ മനസ്സിലെ വോട്ടിംഗ് വ്യതിയാനമാണ് ഇന്ന് നമ്മളിവിടെ അനാലിസിസ് ചെയ്തത്. ഏതായാലും BJP എന്ന് പറയുന്ന പാർട്ടി ദക്ഷിണേന്ത്യ അവർക്കൊരു ബാലികേറ മലയാണ്. അവിടെ പതുക്കെ അവർ പച്ച പിടിച്ച് തുടങ്ങുന്നു എന്നാണ് വിവിധ സർവേകൾ പറയുന്നത്. മുൻകാല സർവേകളൊന്നും തന്നെ തമിഴ്നാടും ആന്ധ്രയും തെലുങ്കാനയും ഒന്നും ഈ BJPയുടെ അക്കൗണ്ടിലേക്ക് ഒരു സീറ്റ് പോലും സംഭാവന നൽകിയിരുന്നില്ല. സർവേയിൽ പോലും പറയാതിരുന്ന സ്ഥലങ്ങളാണ്. ഇപ്പോഴിതാ എല്ലാ സർവേയിലും കേരളമടക്കം പറയുന്നു BJPക്കാർക്ക് പ്രതീക്ഷിക്കാം കുറഞ്ഞ പക്ഷം വോട്ടെണ്ണുന്നത് വരെയെങ്കിലും. ഇത് തന്നെയാണ് ന്യൂസിൻ്റെ നമ്മുടെ പോയിന്റ്. നന്ദി, നമസ്കാരം.